ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നതിനോടനുബന്ധിച്ച് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ ഒരു പോസിറ്റീവ് മൊമെൻറ്റം പ്രകടമായിരുന്നു. ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റും 0.61% ഉയർന്ന് 23,344 ക്ലോസിംഗ് നൽകി. ഇന്ന് ബാങ്കിംഗ് സെക്ടറിലും IT സെക്ടറിലെയും സ്റ്റോക്കുകളിലായിരുന്നു ബൈയിങ് മൊമെൻറ്റം പ്രധാനമായും കാണാൻ സാധിച്ചത്. കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ പിൻബലത്തിൽ ഇന്ന് ബാങ്ക് ഇൻഡെക്സ് 2.31% ഉയർന്നു. സ്മാൾ ക്യാപ്പ് ഇൻഡെക്സിലും മിഡ് ക്യാപ്പ് ഇൻഡെക്സിലും ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. സ്മാൾ ക്യാപ്പ് ഇൻഡെക്സ് 0.91% ഉയർന്നപ്പോൾ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 1%-ഓളമാണ് ഉയർന്നത്. ബ്രോഡർ മാർക്കറ്റുകളിലുള്ള ബൈയിങ് മൊമെൻറ്റവും ഇന്ന് കാണാൻ സാധിച്ചു. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ഇലക്ഷൻ ജയിച്ചപ്പോൾ തന്നെ മേജർ ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ ഒരു സ്ട്രോങ് റാലി കാണാൻ സാധിച്ചു. അമേരിക്കൻ മാർക്കറ്റിനെ കൂടുതൽ കോമ്പറ്റിറ്റീവ് എഡ്ജിലേക്ക് നയിക്കുന്ന നയങ്ങളായിരിക്കും ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി രൂപീകരിക്കുക. അതോടൊപ്പം തന്നെ ഏഷ്യൻ മാർക്കറ്റുകളിലും ഇന്ന് ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. എന്നാൽ ട്രംപ് പ്രസിഡന്റായി അധികാരമേൽക്കുന്നതോടുകൂടി ചൈന, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മുകളിലുള്ള ഇമ്പോർട്ടിന് മുകളിൽ അല്ലെങ്കിൽ ചൈന, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ടിന് മുകളിൽ താരിഫ് ഉയർത്തിയേക്കുമെന്നുള്ള ആശങ്കയും നിലവിലുണ്ട്. ഇന്ന് ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. 2021 ഒക്ടോബർ മാസത്തിന് ശേഷമുള്ള കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ സിംഗിൾ ഡേയിൽ ഏറ്റവും മികച്ച പെർഫോമൻസാണ് ഇന്ന് കാണാൻ സാധിച്ചത്. പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് 2.38% ഉയർന്നപ്പോൾ PSU ബാങ്ക് ഇൻഡെക്സ് 2%-ഓളം ഉയരുകയും ചെയ്തു. അതേസമയം ഓട്ടോ സെക്ടറിലെ സ്റ്റോക്കുകൾ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചു. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 23,170 പ്രധാന സപ്പോർട്ടും 23,500 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസുമാണ്. കോട്ടക് മഹീന്ദ്ര ബാങ്ക് എന്ന സ്റ്റോക്ക് ഇന്ന് 9%-ഓളം ഉയർന്ന് 1918 ക്ലോസിംഗ് നൽകി. 17.26 കമ്പനിയുടെ വാല്യൂഷൻ. 2021 ശേഷമുള്ള സിംഗിൾ ഡേയിലെ കമ്പനിയുടെ ഏറ്റവും മികച്ച പെർഫോമൻസാണ് ഇന്ന് കാണാൻ സാധിച്ചത്. RBI കോട്ടക് മഹീന്ദ്ര ബാങ്കിന് മുകളിൽ ഏർപ്പെടുത്തിയിരുന്ന ചില വിലക്കുകൾ നീക്കിയതും Q3 ബിസിനസ് അപ്ഡേറ്റുമാണ് സ്റ്റോക്കിലെ റാലിക്ക് പിന്നിലെ പ്രധാന കാരണം. കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 10% വർദ്ധിച്ച് 4,264 കോടിയിൽ നിന്നും 4,701 കോടിയിലേക്കെത്തി. അതേസമയം സീക്വൻഷ്യലി നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റിൽ 7% ഇടിവ് വന്നിട്ടുമുണ്ട്. ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഏൺഡ് 14.75% വർദ്ധിച്ച് 14,494 കോടിയിൽ നിന്നും 16,633 കോടിയിലേക്കെത്തി. കൂടാതെ കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ലോൺ ആൻഡ് ഡെപ്പോസിറ്റ് ഗ്രോത്ത് 15%-ഓളം വളർച്ച കൈവരിക്കുകയും ചെയ്തു. കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ലോൺ പോർട്ട്ഫോളിയോ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് 15%-ഓളം വളർച്ച കാണാൻ സാധിക്കുന്നുമുണ്ട്. കോട്ടക് മഹീന്ദ്ര ബാങ്കിനെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. 2000 പ്രധാന റെസിസ്റ്റൻസ്. 2000 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 2250, 2500 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം. 1750 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്